ഹലോ ഗായ്സ്, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് യൂസ് റെഫ് എന്ന് പറഞ്ഞ ഹുക്കിനെ കുറിച്ചാണ്. സോ അത് പറയുന്നതിനെക്കാട്ടി മുന്നേ ഈ റെഫ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് റിയാക്റ്റിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു റിയാക്റ്റ് എപ്പോഴും ഒരു വെർച്വൽ ഡോമിനകത്താണ് അവൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അതായത് നമ്മൾ എഴുതുന്ന കോഡുകളും ഒക്കെ പോകുന്നത് ഈ വെർച്വൽ ഡോമിനകത്തോട്ടാണ്. എന്നിട്ട് റിയാക്റ്റാണ് അതെടുത്തിട്ട് റിയൽ ഡോമിലോട്ട്, നമ്മൾ ഈ കാണുന്ന ബ്രൗസറിൽ കാണുന്ന റിയൽ ഡോമിനകത്തോട്ട് ഈ റിയാക്റ്റ് ഫ്രെയിം വർക്കാണ് കൊണ്ടുവരുന്നത്. സോ അതിനർത്ഥം എന്താണ്, നമ്മൾ റിയാക്റ്റിൽ കോഡ് ചെയ്യുമ്പോൾ ഈ ഡെവലപ്പേഴ്സിന് ഈ ഡോമിനകത്തോട്ട് നേരിട്ടിട്ടൊരു ആക്സസ് ഇല്ല. സോ അതൊരു ലിമിറ്റേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കേസുകളിലും ഈ വെർച്വൽ ഡോം പോലെ നമുക്ക് നേരിട്ടിട്ട് തന്നെ ഡോം ആക്സസ് ചെയ്യാണ്ട് ഒരുപാട് യൂസ് കേസ് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ വരാം. ഓക്കെ, സോ അങ്ങനത്തെ കേസുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പാണ് റെഫ്. സോ അങ്ങനെ റഫ് നേരിട്ട് വരുന്ന ഒരു ചെറിയൊരു യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു ടൂൾ ടിപ്പാണ്. സോ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടൂൾ ടിപ്പ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂൾ ടിപ്പിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ട് ഇത് സെൻറ്ററിലോട്ട് പൊസിഷൻ ചെയ്യേണ്ടി വരും. സോ റിയൽ ഡോമിനകത്തോട്ട് വന്നാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് വിഡ്ത്ത് എത്രയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡോമിൽ നിന്നും നേരിട്ടിട്ട് ഇത് റീഡ് ചെയ്തിട്ട് ഇതിൻ്റെ വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇത് നമുക്ക് സെൻറ്ററിലോട്ട് പൊസിഷൻ ചെയ്യാൻ. സോ അതൊരു യൂസ് കേസാണ്. അല്ലാണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പുകൾ ചെയ്യാൻ, പിന്നെ തേർഡ് പാർട്ടി ചില ലൈബ്രറീസ് ആഡ് ചെയ്യാൻ, ഇങ്ങനത്തെ പല കേസുകളിലും നമുക്ക് ഈ റഫ് ഉപയോഗം വരാറുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ട്യൂട്ടോറിയലിനകത്ത് നമുക്ക് ഈ ടൂൾ ടിപ്പിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ എടുത്തിട്ട് ഈ റഫ് എങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതായത് നമ്മൾ ഈ ഒരു ലിസ്റ്റിനകത്ത് ഈ ലേബലിനകത്ത് മൗസ് ഓവർ ചെയ്യുമ്പോൾ ഒരു ടൂൾ ടിപ്പ് കാണിക്കും, മൗസ് എടുത്ത് മാറ്റുമ്പോൾ ടൂൾ ടിപ്പ് പോകണം. സോ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ എഴുതാം. സോ ടൂൾ ടിപ്പിൻ്റെ കോമ്പണൻ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തൊരു ലേബിൾ ഇടാം. ഓക്കെ, സോ ഈ ലേബിൾ എപ്പോഴാണ് ഷോ ചെയ്യേണ്ടത്, ഈ സ്പാനിനകത്ത് മൗസ് ഓവർ ചെയ്യുമ്പോൾ മാത്രം. മൗസ് എൻ്റർ നടത്തുമ്പോൾ നമുക്ക് ഷോ ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ട്രൂ ആക്കാം, അല്ലെങ്കിൽ അത് ഫോൾസ് ആക്കാം. സോ നമുക്ക് ഫസ്റ്റ് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് എഴുതാം. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ് മൗസ് എൻ്റർ ചെയ്യുമ്പോൾ ട്രൂ ആക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഈ ഒരു സ്പാനിനകത്ത് മൗസ് എൻ്ററും മൗസ് ലീവിനും രണ്ട് ഹാൻഡലർ എഴുതാം. മൗസ് എൻ്റർ നമുക്ക് ഈ ഫംഗ്ഷൻ വിളിക്കാം, മൗസ് ലീവിന് ഈ ഫംഗ്ഷൻ വിളിക്കാം. സോ ഈ രണ്ട് ഫംഗ്ഷനും എഴുതാം. സോ മൗസ് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ വിളിക്കാം, എന്നിട്ട് ഷോ ടൂൾ ടിപ്പ് ട്രൂ ആക്കാം, ലീവ് ചെയ്യുമ്പോൾ അത് ഫോൾസ് ആക്കാം. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ് ട്രൂ ആണെങ്കിൽ മാത്രം നമുക്ക് ഈ ലേബിൾ കാണിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് ഇതിനൊരു ക്ലാസ് നെയിം കൊടുക്കാം. ഓക്കെ, സോ ഈ ക്ലാസ് നെയിം എന്ന് പറഞ്ഞാൽ ടൂൾ ടിപ്പ് എന്നൊരു ക്ലാസ് ഉണ്ട്. പിന്നെ ഷോ ടൂൾ ടിപ്പ് ട്രൂ ആണെങ്കിൽ ഷോ ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞ ക്ലാസ്സും കൂടി ഉണ്ടാവും. അത് ഫോൾസ് ആണെങ്കിൽ ഹൈഡ് ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുക, മൗസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഷോ ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ട്രൂ ആക്കും. അത് ട്രൂ ആക്കുന്ന സമയത്ത് ഇവിടെ ഷോ ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. മൗസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഹൈഡ് ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മളൊരു CSS കൂടി എഴുതിയിട്ടുണ്ട്, അതിനകത്ത് ഹൈഡ് ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞ ക്ലാസ് വരുന്ന സമയത്ത് നമ്മൾ ആ ലേബിൾ ഡിസ്പ്ലേ നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഷോ ടൂൾ ടിപ്പ് വരുമ്പോൾ മാത്രമേ ഈ ലേബിൾ കാണിക്കത്തുള്ളൂ. സോ നമുക്കിതിപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. ഇപ്പോൾ മൗസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടൂൾ ടിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്, മൗസ് എടുത്തു കഴിഞ്ഞാൽ ഈ ടൂൾ ടിപ്പ് പോകുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ടൂൾ ടിപ്പിന് നമ്മൾ കുറച്ച് സ്റ്റൈലും ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചില്ല എന്നേ ഉള്ളൂ. ആ ടൂൾ ടിപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ പൊസിഷൻ ചെയ്യാനൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റൈലും ചെയ്തിട്ടുണ്ട്, ഈ ഷാഡോ ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ് ഈ ചെറിയ ഡ്രോപ്പ് ഷാഡോ കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂൾ ടിപ്പ് ഇതിൻ്റെ സെൻറ്ററിലല്ല നിൽക്കുന്നത്, കുറച്ച് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ടൂൾ ടിപ്പ് ഇതിൻ്റെ സെൻറ്ററിൽ വരുത്തണം. മനസ്സിലായി, ടൂൾ ടിപ്പിൻ്റെ വിഡ്ത്ത് ആണെങ്കിൽ നോൺ ആക്റ്റീവ് ആകുമ്പോൾ വിഡ്ത്ത് കൂടും, ആക്റ്റീവ് ആകുമ്പോൾ കുറച്ച് വിഡ്ത്ത് കുറവായിരിക്കും. സോ ആ വിഡ്ത്തിനനുസരിച്ച് ഇത് സെൻറ്ററിലി അലൈൻ ചെയ്യണം. ഓക്കെ, സോ അത് ചെയ്യണമെങ്കിൽ, സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിയൽ ഡോം എലമെൻറ്റ് കിട്ടിയേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ റിയൽ ഡോം എലമെൻറ്റ് കിട്ടിയാൽ ഇതിൻ്റെ വിഡ്ത്ത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഇതിൻ്റെ ഒരു ലെഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അത് സെൻട്രൽ അലൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അങ്ങനത്തെ കേസുകളിലൊക്കെയാണ് നമ്മൾ ഡോം എലമെൻറ്റ് എടുക്കാൻ റഫ് ഉപയോഗിക്കുന്നത്. സോ ഈ റഫ് ഉപയോഗിച്ചിട്ട് ഈ ഡോം എലമെൻറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, സോ റിയാക്റ്റിൽ നമുക്ക് ഡോം എലമെൻറ്റ് രണ്ട് വഴിയിലൂടെ നമുക്ക് കിട്ടാം. സോ ഒന്ന് ഇവൻറ്റ് നടക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് മൗസ് ഓവറും മൗസ് ഔട്ടും ഒക്കെ ഒരു ഇവൻറ്റുകളാണല്ലോ. ഇവൻറ്റ് നടക്കുമ്പോൾ നമുക്ക് ഈ ഡോം എലമെൻറ്റ് കിട്ടാം. അതായത് ഏതൊരു ഇവൻറ്റിനകത്തും ഒരു ഇവൻറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കിട്ടും, അതിൽ ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ടാവും. സോ അതായിരിക്കും ആ ഡോം എലമെൻറ്റ്. ഓക്കെ, സോ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡോം എലമെൻറ്റ് ഇവിടെ കിട്ടും. ഓക്കെ, ഇവൻറ്റ് ഡോട്ട് ടാർഗറ്റ് എന്ന് പറഞ്ഞ ഡോം എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഈ ഒരു ഇവൻറ്റ് നടക്കുന്ന എലമെൻറ്റിൻ്റെ ഡോം എലമെൻ്റ് അല്ല. സോ നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണുന്ന ടൂൾ ടിപ്പിൻ്റെ ഡോം എലമെൻ്റ് ആണ് വേണ്ടത്. അതായത് ഇവൻറ്റ് നടക്കാത്തൊരു എലമെൻറ്റിൻ്റെ ഡോം എലമെൻ്റ് ആണ് വേണ്ടത്. സോ അത് കിട്ടണമെങ്കിൽ നമുക്ക് റെഫ്സ് ഉപയോഗിക്കാം. ഓക്കെ, സോ റെഫ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഏതിൻ്റെ ഡോം എലമെൻ്റ് ആണോ ആവശ്യം. ഓക്കെ, ഇത് വെർച്വൽ ഡോം ആണെന്ന് പറഞ്ഞു, ഇതിൻ്റെ റിയൽ ഡോം എലമെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നമുക്ക് അടുത്ത ലൈനിലിടാം. ഓക്കെ, സോ ഇതിനകത്ത് റെഫ് എന്ന് പറഞ്ഞിട്ട്
ഒരു പ്രോപ്സ് കൊടുക്കണം. അതിൻ്റെ വാല്യൂ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഒരു റഫ് ഒബ്ജക്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം കൊടുക്കുന്നുണ്ടാവുക. സോ ഈ പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഒരു പ്രത്യേക രീതിയിലുള്ള ഒബ്ജക്റ്റാണ്. സോ ആ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാനാണ് ഈ യൂസ് റഫ് എന്ന് പറഞ്ഞ ഹുക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഈ റഫ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒബ്ജക്റ്റ് പോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കോൺസ് റഫ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ഒരു സാധാരണ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയാൽ മതി. സോ അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതിനകത്ത് കറണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി വേണം എന്നുള്ളതാണ്. ഓക്കെ, തൽക്കാലം അത് നള്ളായിട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം നമ്മൾ ഈ റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യേണ്ടത്. സോ ഇതാണ് ഫസ്റ്റ് കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതിനകത്ത് കറണ്ട് എന്നുള്ളൊരു പ്രോപ്പർട്ടി വേണം. സോ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു ഒബ്ജക്റ്റ് ഒരു എലമെൻറ്റിൽ ഒരു തവണയെ ഉണ്ടാക്കാൻ പാടത്തുള്ളൂ. സോ നമ്മൾ കഴിഞ്ഞ റെഫറൻസ് ഇക്വാലിറ്റിയിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഈ ഒരു ഫംഗ്ഷനകത്ത് ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരോ തവണ റെൻഡർ ചെയ്യുമ്പോഴും പുതിയ പുതിയ ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെ പറ്റത്തില്ല, ഇത് ഒരു തവണയെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, അത് ഒരു എലമെൻറ്റിൽ ഒരു തവണയെ ഉണ്ടാക്കാനും പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതിനൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലമെൻറ്റിൻ്റെ വിർച്വൽ ഡോമിൽ തന്നെ ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിയാക്റ്റ് ഒരു ഹുക്ക് തരുന്നുണ്ട്. ആ ഹുക്കിൻ്റെ പേരാണ് യൂസ് റഫ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് റഫ് എന്ന് എഴുതി കോൾ ചെയ്യുക, യൂസ് റഫ് ഇമ്പോർട്ട് ചെയ്യണം. സോ ഇവിടെ എറർ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടീഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചില കേസിനകത്ത് ഈ റഫ് വിളിക്കത്തില്ല. സോ അങ്ങനത്തെ കണ്ടീഷണലായിട്ട് ഒരിക്കലും ഹുക്ക് കൊടുക്കാൻ പറ്റില്ല. ഹുക്ക് ആ ഫംഗ്ഷൻ കോൾ ചെയ്ത് എപ്പോഴും ഹുക്ക് വിളിക്കണം. സോ അതാണ് ഹുക്കിൻ്റെ റൂള്. സോ നമുക്ക് ഇത് ഈ ഒരു കണ്ടീഷൻ്റെ മുന്നിൽ കൊടുക്കാം. സോ ഈ റൂള് എല്ലാ ഹുക്സിനും സെയിമാണ്, കണ്ടീഷണലായി കോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഇതിന് മുകളിൽ കൊടുക്കണം. സോ ഇങ്ങനെ നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സാധാരണ ഒബ്ജക്റ്റ് തന്നെയാണ്, അതിനകത്ത് കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. സോ ഈ റെഫറൻസ് ഒബ്ജക്റ്റ് എലമെൻറ്റിൽ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഒറ്റ തവണ ഉണ്ടാകത്തുള്ളൂ, ഓരോ തവണ റെൻഡർ വിളിക്കുമ്പോൾ പുതിയ ഒബ്ജക്റ്റ് ഉണ്ടാകത്തില്ല. ഓക്കെ, നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുകയാണ്. ലേബിൾ 10 പ്രിൻറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനകത്ത് കറണ്ട് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. സോ അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റാണ് ഈ റഫ് ഒബ്ജക്റ്റ്. സോ അതാണ് നമ്മളിവിടെ പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വൺസ് ഇത് പാസ്സായി കഴിഞ്ഞാൽ എപ്പോൾ ഈ വെർച്വൽ ഡോം റിയൽ ഡോമിനകത്ത് കൊണ്ടിടുന്നോ, ഈ ലേബിൾ എന്ന് പറഞ്ഞ ഒരു ഡോം എലമെൻറ്റ് ഉണ്ടാക്കില്ലേ, ആ സമയത്ത് ഈ റഫ് ഒബ്ജക്റ്റിൻ്റെ കറണ്ട് എന്ന് പറഞ്ഞ ഈ പ്രോപ്പർട്ടിക്കകത്ത് ഇതിൻ്റെ ഡോം എലമെൻറ്റ് ഉണ്ടാവും. ഓക്കെ, സോ അത് മിക്കവാറും ഓൺ ലോഡിൽ തന്നെ നടക്കും. ഓൺ ലോഡിൽ തന്നെ നടക്കുമ്പോൾ നമുക്ക് പിന്നെ മൗസ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഈ റഫ് ഒബ്ജക്റ്റ് ഡോട്ട് കറണ്ട് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ ഇത് നമ്മളുടെ ഈ ലേബലിൻ്റെ ഡോം എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ മൗസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൂൾ ടിപ്പിൻ്റെ റെഫറൻസ് ആ കറണ്ടിനകത്തുണ്ട്. ഓക്കെ, സോ അതിനാണ് യൂസ് റഫ് എന്ന് പറഞ്ഞ ഹുക്ക് ഉപയോഗിക്കുന്നത്. സോ ഈ റഫ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ ടൂൾ ടിപ്പ് ഒന്ന് സെൻട്രലാക്കാനുള്ള ലോജിക്ക് എഴുതാം. ഓക്കെ, നമ്മൾ മൗസ് ഓവർ ചെയ്യുന്ന കോമ്പണൻറ്റിൻ്റെ ഡോം എലമെൻറ്റ് കിട്ടി, ഈ ടൂൾ ടിപ്പിൻ്റെ ഈ കോമ്പണൻറ്റിൻ്റെ ഡോം എലമെൻറ്റ് കിട്ടി. ഇനി നമുക്കിതിനെ രണ്ടിൻ്റെയും വിഡ്ത്ത് എടുത്തിട്ട് ടൂൾ ടിപ്പ് ഒന്ന് സെൻട്രലാക്കാനുള്ള ചെറിയ ലോജിക്ക് എഴുതാം. ഓക്കെ, സോ അതിന് ഫസ്റ്റ് ഇതിൻ്റെ വിഡ്ത്ത് എടുക്കാം. സോ അതായത് ഈവൻ ഡോട്ട് ടാർഗറ്റിൻ്റെ ആ എലമെൻറ്റിൻ്റെ വിഡ്ത്ത് എടുക്കാം. വിഡ്ത്ത് 1 ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഉണ്ട് എലമെൻറ്റിൻ്റെ ഡയമെൻഷൻ തരാനുള്ളത്, അത് ഗെറ്റ് ബൗണ്ടിങ് ക്ലൈൻ റെക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. സോ നമുക്കതെടുക്കാം. ടൈന്ന് വിഡ്ത്ത് എടുക്കാം. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് വിഡ്ത്ത് 2 ചെയ്യാം. അത് നമ്മുടെ ടൂൾ ടിപ്പ് എന്നാണ്, അതിൻ്റെ ഡോം ഇവിടെയാണ്. സോ അതിൽ നിന്ന് ടൂൾ ടിപ്പിൻ്റെ വിഡ്ത്ത് കൊടുത്തു. പക്ഷേ ടൂൾ ടിപ്പ് ഇപ്പോൾ ഹിഡൻ ആകുമ്പോൾ നമ്മൾ ഡിസ്പ്ലേ നണ്ണാണ്, അപ്പോൾ വിഡ്ത്ത് എപ്പോഴും 0 ആയിരിക്കും. സോ നമുക്കൊരു ചെറിയ മാറ്റം വരുത്താം. ഡിസ്പ്ലേ നമുക്ക് നണ്ണാക്കാം, നമുക്ക് വിസിബിലിറ്റി ഹിഡൻ ആക്കാം. സോ വിസിബിലിറ്റി ഹിഡൻ ആയിക്കഴിഞ്ഞാൽ ആ വിഡ്ത്ത് തന്നെ അവിടെ കിടക്കും, പക്ഷെ കാണില്ല എന്നേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് കറക്റ്റ് വിഡ്ത്ത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ടൂൾ ടിപ്പിൻ്റെ ലെഫ്റ്റ് ഒന്ന് കുറച്ച് ബാക്കിലോട്ട് നീക്കാം, അപ്പോൾ സെൻറ്ററിൽ വരും. ഓക്കെ, സോ ഇതാണ് ടൂൾ ടിപ്പ്. അത് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ലോജിക്ക് വിഡ്ത്ത് 2 മൈനസ് വിഡ്ത്ത് 1/2 അത്രയും മൈനസ് പിക്സൽ
അത്രയും പിക്സൽ നമ്മൾ ലെഫ്റ്റിലോട്ട് നീക്കണം. ഓക്കെ, സോ ഈ ഒരു ലോജിക്കിന് ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ആ ഡോം എലമെൻറ്റിൽ നേരിട്ടിട്ട് ഒരു സ്റ്റൈൽ മോഡിഫൈ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി ചെയ്തത് മാത്രം. ഓക്കെ, സോ നമ്മൾ റിഫ്രഷ് ചെയ്ത് നോക്കാം. കറക്റ്റ് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഒരു റഫിൻ്റെ ഉപയോഗം. സോ ഇങ്ങനെയാണ് നമ്മൾ റഫ് ഉപയോഗിച്ചിട്ട് ഒരു റിയാക്ട് എലമെൻറ്റ് നമ്മളൊരു ഡോം എലമെൻറ്റ് എടുക്കുന്നത്. സോ അതിൻ്റെ ആ റഫ് അതിൽ പാസ് ചെയ്യാനുള്ള ഒബ്ജക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹുക്കാണ് useRef. ഓക്കെ, സോ നമുക്ക് ശരിക്കും useRef തന്നെ വേണമെന്ന് useRef തന്നെ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് ആ എലമെൻറ്റിനകത്ത് ഉള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമാറ്റിലുള്ള ഒബ്ജക്റ്റ് കിട്ടുമെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് മെമോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം യൂസ് മെമോയും ഉപയോഗിക്കാം. ഓക്കെ, എന്നിട്ട് എംപ്റ്റി ഡിപ്പെൻഡൻസി കൊടുത്താൽ മതി. അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ഒരിക്കലും മാറത്തില്ല. സോ ഒബ്ജക്റ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമാറ്റ് വേണമെന്ന് മാത്രം. ഇങ്ങനെ ഉപയോഗിച്ചാൽ ഇത് വർക്ക് ചെയ്യും. ഓക്കെ, സോ നമുക്ക് നോക്കാം. റിഫ്രഷ് ചെയ്തു. ഇത് ഉപയോഗിച്ചാലും ഇത് വൃത്തിക്ക് വർക്ക് ചെയ്യും. കാരണം ഇവിടെ എന്താ സംഭവിച്ച് ഈ ഒരു ഒബ്ജക്റ്റ് ഒരിക്കലും മാറത്തില്ല. കാരണം ഡിപ്പെൻഡൻസ് എംപ്റ്റി അറിയണം, ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. സോ യൂസ് മെമ്മോനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാലും മതി. ഓക്കെ, സോ പക്ഷേ ഈ ഒരു ഫോർമാറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം. പക്ഷേ നേരെ useRef ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ ഈ ഫോർമാറ്റിൽ തന്നെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി തരും. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ ഇത് രണ്ടും തമ്മിൽ. ഓക്കെ, സോ ഇനി റെഫറൻസിന് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആണല്ലോ പാസ് ചെയ്തത്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആണല്ലോ പാസ് ചെയ്തത്. ഇതിന് പകരം നമുക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റ് പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഒബ്ജക്റ്റിൽ എപ്പോഴാണോ ഇവൻ ഡോം എലമെൻറ്റ് ഈ വെർച്വൽ എലമെൻറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്, ആ സമയത്ത് ഇതിൻ്റെ കറണ്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിക്കകത്ത് ആ റെഫറൻസ് കൊണ്ടുപോയിടും. അതാണ് നമ്മൾ ഒബ്ജക്റ്റ് പാസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. നേരെ വെച്ച് ഫംഗ്ഷൻ പാസ് ചെയ്യുമ്പോൾ എപ്പോഴാണോ ഇത് ബൈൻഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഫംഗ്ഷൻ വിളിക്കും. ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നമുക്ക് നമുക്ക് ഈ ഡോം എലമെൻറ്റ് ഉണ്ടാവും. നമുക്ക് പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇത് എപ്പോഴേക്ക് എടുത്ത് കളയുന്നു, അതായത് ഒരു കോമ്പണൻറ്റ് അൺമൗണ്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ എലമെൻറ്റിനകത്തുനിന്ന് ഈ ഡോം എലമെൻറ്റ് ഡിറ്റാച്ച് ചെയ്യും, എടുത്ത് കളയും. ആ സമയത്തും ഈ കോൾ ബാക്ക് വിളിക്കും. അപ്പോൾ വിളിക്കുന്നത് നള്ളായിരിക്കും, ആർഗ്യുമെൻറ്റ് നള്ളായിരിക്കും മാത്രം. സോ നമുക്കത് നോക്കാം. സോ നമുക്കിവിടെ ഫംഗ്ഷൻ കൊടുക്കണം. ഫംഗ്ഷൻ കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ വേണം. അതായത് ഒരു തവണ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പാടത്തുള്ളൂ, അത് ഒരു എലമെൻറ്റിന് ഒരു തവണയെ പറ്റത്തുള്ളൂ. സോ അങ്ങനത്തെ കേസിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് മെമോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ യൂസ് കോൾ ബാക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ നമുക്കതും കൂടി നോക്കാം. കോൺസ്റ്റ് ref callback is equal to use callback. എന്നിട്ട് കോൾ ബാക്ക് ഫംഗ്ഷൻ കൊടുക്കുക, എംപ്റ്റി ഡിപ്പെൻഡൻസി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനൊരു ആർഗ്യുമെൻറ്റ് വരുന്നു. ഇതാണ് നമ്മളുടെ ഡോം ഐറ്റം. ഓക്കെ, നമുക്കിതോട് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ കോൾ ബാക്ക് ഈ ഫംഗ്ഷൻ നമുക്ക് ഈ റഫ് ഒബ്ജക്റ്റിന് പകരം നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇൻസൈഡ് ഫംഗ്ഷൻ നമുക്ക് എഴുതാം. സോ ഇത് എപ്പോഴൊക്കെ അറ്റാച്ച് ചെയ്യുന്നോ ആ സമയത്തേക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും. നമുക്ക് ഈ ആർഗ്യുമെൻ്റ് ആയിട്ട് ഈ എലമെൻറ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ നമുക്കിത് റിഫ്രഷ് ചെയ്യാം. സോ ഇത് ലോഡ് ചെയ്ത സമയത്ത്, ഇത് അറ്റാച്ച് ചെയ്ത സമയത്ത് ഓരോ തവണ കോൾ ചെയ്തു. ഇനി നമ്മളിതിപ്പോൾ ഇതിലേതെങ്കിലും എലമെൻറ്റ് ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആക്റ്റീവ് മാത്രം എടുത്തു. ഓക്കെ, സോ അങ്ങനത്തെ കേസിനകത്ത് ആ ഡിറ്റാച്ച് ചെയ്ത സമയത്തും ഈ ഫംഗ്ഷൻ നള്ള് വെച്ച് കോൾ ചെയ്തു. സോ അതാണ് റഫിൽ ഫംഗ്ഷൻ കൊടുത്താലുള്ള ബിഹേവിയർ. അതായത് ഒരു റഫിനകത്ത് ഫംഗ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ അറ്റാച്ച് ചെയ്യുന്നോ ആ ഡോം എലമെൻറ്റും വെച്ചിട്ട് നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യും. എപ്പോഴൊക്കെ ഡിറ്റാച്ച് ചെയ്യുന്നോ ആ സമയത്തും നമുക്ക് ഇവൻറ്റ് കിട്ടും. പക്ഷേ ആ സമയത്ത് നള്ള് വെച്ചിട്ടാണ് കോൾ ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, സോ അതാണ് ബേസിക്കലി റഫും useRefഉം. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത വീഡിയോനകത്ത് ഫോർവേഡ് റഫ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരു ഹുക്കും കൂടിയുണ്ട് റഫുമായി ബന്ധപ്പെട്ടത്, യൂസ് ഇമ്പറേറ്റീവ് ഹാൻഡിൽ. സോ ഈ ഹുക്ക് എന്താണെന്നും കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.